നമസ്കാരം. ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്ത് ഇന്ന് തിയേറ്ററിലെത്തിയ ബസൂക്കയെ പറ്റിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. പടം ഇപ്പോൾ കണ്ടിട്ട് വന്നേ ഉള്ളൂ. സിനിമ എനിക്ക് മൊത്തത്തിലൊരു ആവറേജ് സിനിമയായിട്ട് മാത്രമേ ഫീൽ ചെയ്തിട്ടുള്ളൂ. വലിയ രീതിയിലുള്ള ഈ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള സ്റ്റോറിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത പടമാണെങ്കിൽ പോലും ചില സമയത്തുള്ള എക്സിക്യൂഷനൊക്കെ വളരെ കിടുവായിരുന്നു. ഇതിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു തരം സ്റ്റോറിയാണ്. പക്ഷേ അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഗെയിമിംഗ് ആണ്. അപ്പോൾ അത് ഒരു ഡിഫറെന്റ് അപ്രോച്ചാണ് ഇൻ മലയാളം. ഒരു പുതുമുഖ സംവിധായകനായതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറേയധികം ഫ്ലോസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സിനിമയുടെ ബിഗിനിങ്ങിൽ കുറേ സംഭവങ്ങൾ നടക്കുന്നു, പക്ഷെ ഒന്നും അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല. ഇത്തരത്തിലുള്ള കണക്ഷൻ ഇല്ലായ്മ ഫീൽ ചെയ്യുമ്പോൾ പോലും സിനിമ ഒരു രീതിയിലും മടുപ്പിക്കുന്നതോ വലിച്ചു നീട്ടുന്നതായിട്ട് തോന്നിയിട്ടില്ല. ഇതിൽ ഗൗതം വാസുദേവമേനോന്റെ ക്യാരക്ടറൈസേഷൻ വളരെ മികച്ചതായിട്ട് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓവറോൾ ആ ഒരു അപ്പിയറൻസും പിന്നെ അദ്ദേഹം സംസാരിക്കുന്ന രീതിയായി കഴിഞ്ഞാൽ എല്ലാം തന്നെ ആ ഒരു കറക്റ്റ് ആ ഒരു ഓഫീസർക്ക് ചേർന്ന ഒരു കാസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് ഗൗതം മേനോൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ സിദ്ധാർത്ഥ് ഭരതന്റെ ക്യാരക്ടറും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ദിവ്യ പിള്ളൈ അവര് ടിപ്പിക്കൽ ഒരു വൈഫ്, ഒരു പോലീസ് ഓഫീസറിന്റെ വൈഫ് എന്നതിനപ്പുറത്തേക്ക് ഒരു മികച്ച കഥാപാത്രമായിട്ട് എനിക്ക് അവരുടെ ക്യാരക്ടർ തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് ഐശ്വര്യ മേനോനുണ്ട്, പിന്നെ ഷൈൻ ടോം ചാക്ക് ഉണ്ട്. ഷൈൻ ടോം ചാക്ക് അതിന് തുടക്കത്തിൽ അറബിയൊക്കെ സംസാരിക്കുന്നത് കേട്ടോ. അത് അറബിയല്ല പറയുന്നത്, അത് പറയുന്ന വേറെ ഏത് ലാംഗ്വേജാണ്. നമ്മൾ കേൾക്കുന്ന സൗണ്ടിൽ പിന്നെ ഡബ് ചെയ്തിരിക്കുന്നതായിട്ട് അറബിയായിട്ടാണ്. പിന്നെ അതിൻ്റെ താഴെ ഈ പറയുന്ന മലയാളത്തിൽ സബ്ജക്റ്റിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. വലിയ കാര്യമൊന്നുമില്ല. ഒരു പ്രത്യേകിച്ച് ഒരു വലിയ ഇതില്ലാത്തൊരു കഥാപാത്രം. നമ്മൾ തുടക്കത്തിൽ കാണുമ്പോൾ തന്നെ വിചാരിക്കും എന്തോ വലിയ സംഭവം ഉണ്ടെന്ന്. പക്ഷേ ഒന്നുമില്ല, പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു ക്യാരക്ടറൊന്നുമല്ല ഷൈൻ ടോം ചാക്കോയുടേത്. അതുപോലെ തന്നെ ഐശ്വര്യ മേനോന്റെ ക്യാരക്ടറും വലിയ ഒന്നുമില്ല. കൊടുത്ത ജോലി അവർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു പെർഫോമൻസ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുപോലെ ഹക്കീം ഷാ ഇതിനകത്തൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഹക്കീം ഷാ എനിക്ക് പേഴ്സണലി വളരെ അമ്മച്ചുറിഷ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം ആ രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. അത് പിന്നെ അത്യാവശ്യം തിരക്കിടില്ലായിരുന്നു. പിന്നെ അതുപോലെ മമ്മൂക്കയുടെ ക്യാരക്ടറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എനിക്ക് കൂടുതലായിട്ടും റോഷാക്ക് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത ഒരു ക്യാരക്ടറില്ലേ, റോഷാക്ക്, അതുമായിട്ടാണ് എനിക്ക് കൂടുതലായിട്ട് സാമ്യം തോന്നിയിട്ടുള്ള കഥാപാത്രമാണ് ഇതിലെ കഥാപാത്രം. പ്രത്യേകിച്ച് അവസാനത്തെ 20 മിനിറ്റ് പിന്നെ അല്ലെങ്കിൽ അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണും. അതുപോലെ ഇതിന്റെ മ്യൂസിക് ചെയ്തേക്കുന്നത് സെയ്ദ് അബ്ബാസും മിഥുൻ മുകുന്ദനാണ്. നമ്മുടെ റോഷാക്കിലും മിഥുൻ മുകുന്ദനാണ് ചെയ്തിരുന്നത്. മ്യൂസിക് വലിയ മെച്ചമായിട്ട് സിഗ്നേച്ചറായിട്ടുള്ള സ്കോറുകളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഒന്നും തന്നെ ഇല്ല സിഗ്നേച്ചറായിട്ട്. എല്ലാം ഇങ്ങനെ ഒരു സട്ടിൽ വെയിൽ ഇങ്ങനെ പോകുന്ന സ്കോറുകളാണ്. അതുപോലെ സിനിമാറ്റോഗ്രാഫേഴ്സ് റോബി വർഗീസ് രാജും നിമിഷ് രവി എനിക്ക് കിട്ടുന്നില്ല ആരാന്നുള്ളത്. റോബി വർഗീസ് രാജ് നമ്മുടെ കണ്ണൂർ സ്ക്വാഡിന്റെ ഡയറക്ടർ. അപ്പോൾ സിനിമ ചില ഷോട്ടുകളൊക്കെ നന്നായിരുന്നു, ബട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല ഉള്ള കാര്യം പറയാമല്ലോ. അതുപോലെ എഡിറ്റർ പ്രവീൺ പ്രഭാകരും പിന്നെ നിഷാദ് യൂസഫാണ് ആദ്യം ചെയ്തത്. അതിനുശേഷമാണ് പ്രവീൺ പ്രഭാകർ ചെയ്തത്. കട്ട്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ചില ഈ ഫൈറ്റ് സീക്വൻസിനകത്ത് ഈ സ്ലോ മോഷൻ പെട്ടെന്ന് നമ്മുടെ ട്രെയിലറിനകത്ത് തന്നെ ഉണ്ടല്ലോ ഒരു സീന്, അതിനകത്ത് ഈ പറയുന്ന പെട്ടെന്ന് സ്ലോ ആക്കുകയും ഫാസ്റ്റ് ആക്കുകയും ചെയ്യുന്ന ഒരു കട്ട്സ് ഉണ്ട്. അത് വളരെ ഒരു പിന്നെ തെലുങ്ക് സിനിമയ്ക്കകത്ത് കാണുന്ന ഒരു കട്ട്സ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിന് യോജിച്ച ഒരു എഡിറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ തെലുങ്ക് സിനിമകളൊക്കെ വല്ലതും ആണെങ്കിൽ ഓക്കെ, ഇത് അങ്ങനല്ലല്ലോ. ഇതെനിക്ക് ഒരു തെലുങ്ക് സിനിമ കാണുന്ന ഒരു ഫീലാണ് ആ ഒരു കട്ട്സ് വരുന്ന ഭാഗത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റണ്ട് ചെയ്തേക്കുന്നത് മഹേഷ് മാത്യു, വിക്കി നന്ദഗോപാല്, PC സ്റ്റൺസ്, മാഫിയ ശശി എന്ന് പറയുന്ന മറ്റേ പുള്ളിയല്ലേ, മറ്റേ മമ്മൂട്ടിയുടെ മറ്റേ സിനിമ ഉണ്ടല്ലോ, എന്തോ മറ്റേ മാസുഡ ബോസുഡ എന്ന് പറഞ്ഞ ആ സിനിമ, മറ്റേ ഷൈലോക്ക്, അതിലെ പുള്ളിയില്ലേ സ്റ്റണ്ട് ചെയ്തേക്കുന്നത്. സ്റ്റണ്ട് വലിയ ഒരു ഇതായിട്ട് ചില സമയം നിങ്ങൾ ഡൂപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സംശയമുണ്ട്. കാരണം ചില കട്ട്സ് വരുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഫാൻസിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ കൂടെ കുറേ ആളുകൾക്ക് കൈയടിക്കുകയും വിസിലടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ സിനിമ എന്നെ സംബന്ധിച്ചോളം ഒരു ആവറേജ് ഫീലാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതെൻ്റെ മാത്രം അഭിപ്രായമാണ്. അപ്പോൾ ബാക്കി നിങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറ.